Hi students, welcome back to Max Cafe Kerala University. നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് എസ്ഒ മാത്തമാറ്റിക്സ് ആണ്. അതിലെ മൊഡ്യൂൾ വെക്റ്റർ കാൽക്കുലസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണുക. എൻഡിലായിരിക്കും ഞാൻ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുന്നത്. അതായത് നിങ്ങൾ എന്തായാലും പഠിച്ചുകൊണ്ട് പോകുന്ന ടോപ്പിക്സ് ഉണ്ടല്ലോ, കുറച്ച് ടോപ്പിക്ക് കാണത്തുള്ളൂ. അതെന്തായാലും നോക്കിയിട്ട് പോകണം. 50 മാർക്ക് എസ് ഒക്കെ നമ്മൾ അവസാനമായിരിക്കും പറയുന്നത്. നമുക്കൊരു 8 ചാപ്റ്ററാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് നോക്കാം. അത് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സൂപ്പർ സ്റ്റഡി പ്ലാൻ സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാക്കി വീഡിയോ നിങ്ങൾ എന്തായാലും നോക്കണം. അതുപോലെ തന്നെ നമുക്ക് S4ൻ്റെ പെയ്ഡ് നോട്ട്സ് കേരള യൂണിവേഴ്സിറ്റിയുടെ ഉണ്ട്. കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നോട്ടാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, വാങ്ങാം ഒക്കെ ചെയ്യാം. അത് തന്നെ കേരള യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സിൻ്റെ നോട്ടാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. നല്ലൊരു നോട്ടാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അതുപോലെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇൻവേഴ്സ് സ്ക്വയർ ഫീൽഡ് എന്ന് പറഞ്ഞൊരു ഡെഫിനേഷൻ ഉണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കുക. അത് വെച്ച് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ ചോദിക്കും. ഈ എക്സാമ്പിൾ 3 ഞാൻ ക്വസ്റ്റ്യൻ വായിച്ച് സമയം കളയുന്നില്ല. ഒന്നാമത് ലെങ്തി ആണ്, ആ മൊഡ്യൂൾ ഫുള്ളും പറയണം. അപ്പം ക്വസ്റ്റ്യൻ വായിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കര ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. അപ്പം എക്സാമ്പിൾ 3 എന്തായാലും ചെയ്ത് നോക്കുക. ഇത് PYQ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ നോക്കി ഇത് കാണും. അപ്പം ഇതെന്തായാലും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ തന്നെയാണ് ഡൈവർജൻസ് ആൻഡ് കേൾ. ഡൈവർജൻസ് എന്താണ്, കേൾ എന്താണെന്ന് നോക്കണം. ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. 2 മാർക്കിനും 4 മാർക്കിനും 50 മാർക്കിനും ഉൾപ്പെടെ ഇത് വെച്ചുള്ള പ്രോബ്ലം. ഇതാണ് ബേസിക്സ്. ഈ എന്ന് വെച്ചാൽ ഈ മൊഡ്യൂളിന്റെ ബേസിക്സ് എന്താണ്, ഡൈവർജൻസും കേളും. അപ്പം ഈ ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ഈ ക്വസ്റ്റ്യൻ തന്നെ നമ്പർ പോലും മാറത്തില്ല. ഈ നമ്പർ പോലും മാറാതെ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് ചോദിക്കും. ഇനി നമ്മൾ പറയുവാണെങ്കിൽ എക്സാമ്പിൾ 5 അതെന്തായാലും നോക്കിയിട്ട് പോവുക. എക്സാമ്പിൾ 5ൻ്റെയും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് PYQ എടുത്താൽ കാണാൻ പറ്റും. പിന്നെ ഡെൽ ഓപ്പറേറ്ററും ലാപ്ലേസിയൻ ഓപ്പറേറ്ററും എന്ന് പറയുന്ന 2 ഇതുണ്ട്. അതെന്തായാലും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. കാരണം ഇതിൻ്റെ ക്വസ്റ്റ്യൻ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല, പക്ഷേ എക്സസൈസിൽ കണക്കുണ്ട്. ആ എക്സസൈസിൽ നിന്ന് 2-3 ചോദ്യം ചെയ്തുകൊണ്ട് എന്തായാലും നിങ്ങൾ എക്സാം ഹാളിൽ പോവുക, അല്ലാതെ പോവാതിരിക്കാൻ നോക്കരുത്. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വെക്റ്റർ ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. അത് ഇമ്പോർട്ടൻ്റ് എല്ലാം പറഞ്ഞ് രണ്ടാമത്തെ ചാപ്റ്റർ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. യൂസിങ് ദി പാരാമീറ്ററേഷൻ ഇവാലുവേറ്റ് ദി ഇൻ്റഗ്രൽ. ഇതും PYQ ആണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി കാണാൻ പറ്റും. ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. അതുപോലെ എക്സാമ്പിൾ 2 നിങ്ങളൊന്ന് നോക്കിയിട്ട് പോവുക. ഞാൻ ഈ വീഡിയോ പറയുന്നത് എല്ലാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ്റെ നമ്പർ പോലും മാറാതാണ് കേരള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്. ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ നോക്കുക. എക്സാമ്പിൾ 3ഉം എക്സാമ്പിൾ 4ഉം ഒന്ന് നോക്കുക. ഈ എക്സാമ്പിൾ 4ഉം എക്സാമ്പിൾ 3 ഒക്കെ നിങ്ങൾ PYQ എടുത്ത് നോക്കി കാണാൻ പറ്റും. ഓക്കെ. പിന്നെ എക്സാമ്പിൾ 5 അതും എന്തായാലും നോക്കുക. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ 6ഉം നിങ്ങൾ എന്തായാലും നോക്കുക. എക്സാമ്പിൾ 6 എന്തുവാ, അതും നിങ്ങൾ എന്തായാലും നോക്കുക. ഞാൻ ഈ വീഡിയോ പറയുന്ന എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും നിങ്ങൾക്ക് PYQയിൽ കാണാൻ പറ്റും. എക്സാമ്പിൾ 7 ഞാൻ ഈ ക്വസ്റ്റ്യനൊക്കെ ഫുൾ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനൊന്നും ഫുൾ ആൻസേഴ്സ് കൊടുത്തിട്ടില്ല. അപ്പം അതൊക്കെ നിങ്ങൾ നോക്കുക. നിങ്ങളുടെ നോട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ നോട്ടില്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ മേടിക്കാം. അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. നമുക്ക് നോട്ട്സ് കിട്ടാൻ വഴിയും ഒരുപാടുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കാണും, അല്ലെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പ്സിൽ കാണും. അതുപോലെ എവിടെയെങ്കിലുമൊക്കെ നോട്ട്സ് കാണും. നമ്മുടെ പെയ്ഡ് നോട്ട്സ് അവൈലബിൾ ആണ്. നമ്മുടെ പെയ്ഡ് നോട്ട്സ് 150 റുപ്പീസാണ് സിംഗിൾ സബ്ജക്റ്റിന്. എല്ലാ സബ്ജക്റ്റും കൂടെ 350 റുപ്പീസാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. എക്സാമ്പിൾ 8ഉം ഒന്ന് നോക്കുക. എക്സാമ്പിൾ 9ഉം ഒന്ന് നോക്കുക. എക്സാമ്പിൾ 10ഉം ഒന്ന് നോക്കുക.
പിന്നെ ഇൻഡിപെൻഡൻസ് പാർട്ടി ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി വെച്ചേക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യനും ഒന്ന് നോക്കുക. കൺഫേം ദ ഈ കൺസർവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കൊക്കെ കഴിഞ്ഞ വർഷം 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചുമ്മാ ഒന്നും എഴുതാനില്ല. എക്സാമ്പിൾ 3 നോക്കുക, എക്സാമ്പിൾ 4 നോക്കുക, എക്സാമ്പിൾ 5 നോക്കുക. പൊട്ടൻഷ്യൽ ഫങ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കണക്ക് എക്സാമ്പിൾ 6 നോക്കുക. ഇനിയും എസ് എ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഗ്രീൻസ് തിയറം 2 മാർക്കിന് ചോദിക്കും. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണ്. ഗ്രീൻസ് തിയറം നിങ്ങൾ 2-3 ക്വസ്റ്റ്യൻ എന്തായാലും ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ടെക്സ്റ്റിൽ എക്സാമ്പിൾ കൂടാതെ എന്തായാലും ചെയ്ത് പഠിച്ചുകൊണ്ട് പോവുക. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. 50 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 15 മാർക്ക് കിട്ടും. അപ്പം ഈ ഗ്രീൻസ് തിയറം എല്ലാവരും വൃത്തിയായിട്ട് പഠിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ ഇത് ചിലപ്പോൾ നമ്പർ പോലും മാറാതെ ഇങ്ങനെ തന്നെ ചോദിക്കുക. ഇവാലുവേറ്റ് ദ ഗ്രീൻ തിയറം ഇന്റഗ്രൽ ഓവർ സി എക്സ് സ്ക്വയർ ബൈ ഡി എക്സ് പ്ലസ് എക്സ് ഡി എസ് എലോങ് ദ ട്രയാങ്കുലർ പാത്ത് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാതെ ചോദിക്കുക. ഇതിനൊരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. എക്സാമ്പിൾ 2 ഫൈൻഡ് ദ വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞൊരു ഫോഴ്സ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻ ആണ് തന്നത്. ഫോഴ്സ് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ ക്വസ്റ്റ്യന് നിങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ ബാലൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഫുൾ ആൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ടോ റെഫർ ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി സർഫസ് ഇൻ്റഗ്രൽ, ഇതും എസ് എ പാർട്ടാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1ഉം എക്സാമ്പിൾ 2ഉം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ PYQയിൽ കാണാൻ പറ്റും. ഇതൊക്കെ PYQ ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അത് ഇത്രയും നിങ്ങൾ പഠിച്ചുകൊണ്ട് പോവുക. സർഫസ് ഇൻ്റഗ്രലിൻ്റെ 3ാമത്തെ എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 4 നോക്കുക. ഇതൊക്കെ PYQ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിയാൽ എന്തായാലും കാണാൻ പറ്റും. ഇതൊക്കെ ചെയ്ത് പോകുക. ആപ്ലിക്കേഷൻ ഓഫ് ദ സർഫസ് ഇൻ്റഗ്രൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ക്വസ്റ്റ്യൻ എങ്ങാണ്ടേ ഉള്ളൂ. ഇത് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് പോവുക. എക്സാമ്പിൾസ് ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ വാല്യൂസ് പോലും മാറത്തില്ല. കേരള യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ വാല്യൂസ് പോലും മാറത്തില്ല. അപ്പം ഇത് തന്നെ പഠിച്ചുകൊണ്ട് പോവുക. പിന്നെ ഡൈവേർജൻസ് തിയറം, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ടോപ്പിക്കാണ്. ഗ്രീൻസ് തിയറം തൊട്ട് ബാക്കി ഇങ്ങോട്ട് വരുന്നില്ല. എസ് എക്ക് ചോദിക്കാൻ പറ്റിയ ടോപ്പിക്സ് ആണ്. അതാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈവേർജൻസ് തിയറമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ തിയറം 2 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം. അതിൻ്റെ എക്സാമ്പിൾ, 1ാമത്തെ എക്സാമ്പിൾ എന്തായാലും നിങ്ങൾ നോക്കി വെച്ചേക്കുക. 2ാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഡൈവർജൻസ് എല്ലാ വർഷവും 15 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ഗ്രീൻ തിയറം, അല്ലെങ്കിൽ ഡൈവർജൻസ്, അല്ലെങ്കിൽ സർഫസ് ഇൻ്റഗ്രൽസ്. ഈ 3 ടോപ്പിക്കിൽ നിന്നായിരിക്കും ഇന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഈ 3 ടോപ്പിക്ക് നല്ല വൃത്തിയായിട്ട് നോക്കുക. എക്സാമ്പിൾ 3, എക്സാമ്പിൾ 4 ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എക്സാമ്പിൾ 3, എക്സാമ്പിൾ 4, അതുപോലെ സ്റ്റോക്ക് തിയറം, ഇതും 15 മാർക്ക് ടോപ്പിക്കാണ്. ഇതുവരെ ഞാൻ 4 ടോപ്പിക്കാണ് പറഞ്ഞിട്ടുള്ളത്. അത് വൃത്തിയായിട്ട് പഠിക്കുക. ഗ്രീൻസ് തിയറം, സർഫസ് ഇൻ്റഗ്രൽ, ആപ്ലിക്കേഷൻ ഓഫ് സർഫസ് ഇൻ്റഗ്രൽ, ഡൈവർജൻസ് തിയറം, സ്റ്റോക്ക് തിയറം. ഇവിടെ നിന്നൊക്കെയാണ് 50 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും മെജോറിറ്റി വരുന്നത്. തുടക്കമുള്ളത് ബേസ് ആണ്. ആ പോർഷൻ പഠിക്കാതെ ഇവിടെ എത്താൻ പറ്റത്തില്ല. അന്നേരം ഈ മൊഡ്യൂളിൽ ഒരു 8 ചാപ്റ്ററേ ഉള്ളൂ. കൂടിപ്പോയ ഒരു 25 പ്രോബ്ലം അല്ലെങ്കിൽ 30 പ്രോബ്ലം കാണും. അതെന്തായാലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കൊരു 80 മാർക്ക്, ഒരു 30 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മൊഡ്യൂൾ ജയിക്കാൻ പറ്റും. ഈ മൊഡ്യൂൾ മാത്രം പഠിച്ചുകൊണ്ട് പോകാനല്ല ഞാൻ പറയുന്നത്, അത് വേറെ കാര്യം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 1 നോക്കുക. സ്റ്റോക്ക് തിയറത്തിൻ്റെ എക്സാമ്പിൾ 2 നോക്കുക. ഇത് ഇത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ. ഇത് ഇത്രയും പറയുന്നുള്ളൂ. 2 ക്വസ്റ്റ്യൻ എങ്ങാണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളു. പിന്നെ മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൊഡ്യൂൾ തീർന്നതിന് ശേഷം PYQ എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അത് നമ്മൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങാണ്ട് അവൈലബിൾ ആയിട്ടുള്ള അപ്ഡേറ്റ് സിലബസ് അനുസരിച്ച് അതിൻ്റെ ഡ്രൈവ് ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ കാണും. അപ്പം എല്ലാവരും കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെയും SO പെയ്ഡ് നോട്ട്സിൻ്റെയും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ കാണും. അന്നേരം എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഉണ്ട്. എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി
ഇതിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നമ്മുടെ സൂപ്പർ സ്റ്റഡി പ്ലാൻ സീരീസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. നമ്മൾ ബാക്കി വീഡിയോയും കൂടെ ഒക്കെ ചെയ്യേണ്ടേ, അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെയും ഷെയർ ചെയ്ത് കൊടുക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സ് ചെക്ക് ചെയ്യുക. അപ്പം നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക്, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക്, നിങ്ങൾക്ക് ഡൗട്ട് വല്ലതും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാമിൽ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടെ ചോദിക്കാം. നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും താങ്ക് യു. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.